യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു വരികയായിരുന്നു. ഉസ്സിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാ പ്രവാചകൻ ഉസ്സിയ രാജാവിൻ്റെ ഒരു ബന്ധുവായിരുന്നു, ചാർച്ചക്കാരനായിരുന്നു. ആ നിലയിൽ ഒരു ഒഫീഷ്യൽ പ്രോഫറ്റുമായിരുന്നു ആ കാലത്ത്. കാരണം രാജാവിനോടുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ മേൽവിലാസം ഉസ്സിയാവിൻ്റെ ബന്ധുവായ പ്രവാചകൻ എന്നായിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാം. താൻ രാജാവിൻ്റെ ചാർച്ചക്കാരനായ ഒരു പ്രവാചകൻ. ആ രാജാവിന് എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതാണ്. ഉസ്സിയ രാജാവ് 16-ാമത്തെ വയസ്സിൽ രാജാവായി വർഷങ്ങളോളം താഴ്മയോടും എളിമയോടും വിശ്വസ്തയോടും നീതിയോടും ദയഭയത്തോടും കൂടെ രാജാവായിട്ട് വാണു. അവനെ ശരിയായ രീതിയിൽ ആത്മീയം പഠിപ്പിക്കാനായിട്ട് ഒരു പ്രവാചകനും ഉണ്ടായിരുന്നു. വളരെ അനുഗ്രഹകരമായ രീതിയിൽ ഉസ്സിയ രാജാവ് രാജഭരണം നടത്തി വന്നു. പക്ഷേ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയും. അതുപോലെ തന്നെ ആദ്യം കിട്ടിയതായ ആ നല്ല സ്വഭാവം, ആ താഴ്മയുടെ സ്വഭാവം, ആ എളിമയുടെ സ്വഭാവം, ആ വിനയത്തിൻ്റെ സ്വഭാവം ആ രാജാവിന് അവസാനം വരെയും കൊണ്ടുനടക്കാൻ സാധിച്ചില്ല. അദ്ദേഹം നിഗളമെന്ന ഹൃദയത്തിലേക്ക് നിഗളം കടന്നു വരാൻ തുടങ്ങി. നിഗളിച്ച് താൻ മറ്റുള്ളവരെക്കാളെല്ലാം എന്തോ സവിശേഷമുള്ള അധികാരങ്ങളും എല്ലാം ഉള്ള ആളാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആ മനോഭാവത്തോടുകൂടെ അന്നത്തെ യെരുശലേമിലെ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയും ദേവാലയത്തിൽ ഒച്ചപ്പാടും അല്പം ബഹളമൊക്കെ ഉണ്ടാക്കി. അവിടെ യാഗപീഠമുണ്ടായിരുന്നു. ആ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് കോപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുഷ്ഠരോഗം നെറ്റിയിൽ പൊങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. കാരണം ഹൃദയത്തിലുണ്ടായിരുന്ന കുഷ്ഠം ഇപ്പോൾ പാപം പഴുത്തു. പാപത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, അത് പഴുക്കും. കാരണം പാപത്തിൻ്റെ ഫലം അതിന് പഴുപ്പ് വരും, അത് പഴുത്ത് പുറത്തു വരും. അകത്തുള്ളതായ പാപം പഴുത്ത് പുറത്തു വന്നു. ഉസ്സിയാവിനകത്തുണ്ടായിരുന്ന ആ നിഗളം പഴുപ്പ് ബാധിച്ച് പുറത്തേക്ക് വന്നു. അതായിരുന്നു അവൻ്റെ നെറ്റിയിൽ കുഷ്ഠരോഗം വന്നു. അദ്ദേഹം ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി, കൊട്ടാരത്തിൽ നിന്ന് പുറത്തുപോയി, വേറെ ഒറ്റയ്ക്ക് താമസിച്ചു. അങ്ങനെ താമസിച്ചിരുന്നിട്ട് അദ്ദേഹം മരിച്ചു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, 26-ന്റെ 23 വായിക്കുമ്പോൾ ഉസ്സിയാവ് മരിച്ചതായിട്ടെല്ലാം നമുക്കിവിടെ ഒന്ന് കാണാം. വേദപുസ്തകം വായിക്കുന്നവർക്ക് വേണ്ടി അതൊന്ന് വായിക്കാം. ഉസ്സിയാവ് അവന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞ് അവർ രാജാക്കന്മാർക്കുള്ള ശ്മശാന ഭൂമിയിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം നന്മ ചെയ്ത രാജാവാണെങ്കിലും ആ നിഗളം വന്ന് അവസാനം ദൈവത്തെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞതാ ഒറ്റ വാക്കുള്ളൂ, അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന്. അവൻ ചെയ്ത നന്മയൊന്നും പിന്നെ ആരുമൊന്നും മിണ്ടിയില്ല. നാം പഠിക്കേണ്ട പാഠങ്ങളാണിതൊക്കെ. എത്രമാത്രം നന്മ നാം ചെയ്താലും ആ പരിഹാരപ്പെടുത്താത്ത ഒരു തിന്മ അവിടെ നിന്നു, ഏറ്റുപറയാത്തൊരു പാപം അവിടെ നിന്നു. ആ പാപം പഴുത്തു. പ്രിയപ്പെട്ടവരെ, പിന്നീട് സാധാരണക്കാർ വരെ പറയാൻ പോയി, അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന്. അവൻ നല്ലവനാണെന്ന് 26-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, അവൻ ഭക്തനല്ലോ എന്ന്. പക്ഷെ അവൻ മരിച്ചപ്പോൾ പറഞ്ഞത് അവൻ കുഷ്ഠരോഗിയല്ലോ എന്നാണ്. എപ്പോഴും നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. നാം എത്രമാത്രം നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും
നമ്മുടെ അവസാനം മരിക്കുന്ന കാലത്ത് പാപത്തിലാണ് മരിക്കുന്നതെങ്കിൽ ആ പാപത്തിൻ്റെ അത് മാത്രമേ പുറമേ വരികയുള്ളൂ. ബാക്കി നന്മയെല്ലാം അവിടെ മൂടിപ്പോയിരിക്കും. ഉസിയാവ് അങ്ങനെ കുഷ്ഠരോഗിയായിട്ട് മരിച്ചു. ആ മരിച്ച ആണ്ടിൽ ആ സംഭവം യെശയ്യാ പ്രവാചകന് പുതിയ ഒരു കാഴ്ചപ്പാട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായിരുന്നു അത്? ആ തൻ്റെ വീരനായകൻ, തൻ്റെ ഏറ്റവും അഭിമാനമായിരുന്ന ഒരുപക്ഷെ പ്രവാചകനായ യെശയ്യാവിനെ അതുപോലെ വളർത്തിക്കൊണ്ടുവന്ന ആ വ്യക്തി മരിച്ചു. അതും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുമാണ് മരിക്കുന്നത്. പക്ഷേ ആ സംഭവം ദൃക്സാക്ഷിയായി കണ്ടിട്ടും യെശയ്യാ പ്രവാചകൻ തളർന്നില്ല. യെശയ്യാ പ്രവാചകൻ തളർന്നു പോയില്ല. യെശയ്യാ പ്രവാചകൻ ആ തന്നെ നടത്തിയ ആ രാജാവ് അസ്തമിച്ചപ്പോഴും അവൻ ക്ഷീണിച്ചു പോയില്ല. അവൻ ജീവനുള്ള ദൈവത്തിൽ കുറെ കൂടെ കാഴ്ചപ്പാടുള്ളവനായി, അവൻ തന്നെത്താൻ പാപം കണ്ടെത്തുന്നവനായി, അവൻ ഒരു വിശുദ്ധനായി ജീവിക്കണമെന്ന് സമർപ്പണമുള്ളവരായി. പ്രിയപ്പെട്ടവരെ, നമ്മളെ നടത്തിയ ദൈവമക്കൾ പ്രായം കൊണ്ട് കടന്നു പോയേക്കാം, രോഗം കൊണ്ട് കടന്നു പോയേക്കാം. പക്ഷേ നമ്മളെ നടത്തിയവർ തളർന്നു പോയാലും നാം തളർന്നു പോകേണ്ട കാര്യമില്ല. നാം തളർന്നു പോവുകയല്ല വേണ്ടത്. യെശയ്യാ പ്രവാചകൻ തന്നെ നടത്തി തനിക്ക് ആലോചനയെല്ലാം തന്നുകൊണ്ടിരുന്ന ആ രാജാവ് മരിക്കുന്നത് കണ്ടപ്പോഴും തളരുകയില്ല ചെയ്തത്. അവൻ ആത്മാവിൽ ഒന്നുകൂടെ കാഴ്ചപ്പാടുള്ളവനായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം അനുഭവങ്ങൾ എന്താണ്? നമുക്ക് നല്ല ആലോചന തന്നിരുന്നവർ, നമ്മുടെ കൂടെ നടന്നിരുന്നവർ, നമുക്ക് നല്ല മനുഷ്യരെന്നോ നല്ല കൂട്ടായ്മക്കാരെന്നോ നല്ല വേലക്കാരെന്നോ തോന്നിയിരുന്നവരൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ രംഗത്ത് നിന്ന് മാറുമ്പോൾ നാം തളരുകയാണോ, നാം ആത്മാവിൽ ഉറക്കുകയാണോ ചെയ്യുന്നത്? നാം അവരോടൊന്നിച്ച് ആത്മാവിൽ തളർന്നു പോവുകയാണോ ചെയ്യുന്നത്? അതോ നാം ക്രിസ്തുവിനെ നോക്കി ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയാണോ ചെയ്യുന്നത്? അവിടെയാണ് ആത്മാവുള്ള ദൈവമക്കളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. യെശയ്യാ പ്രവാചകന് തെറ്റുപറ്റിയെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഊസിയാവ് കോപിച്ചത് കണ്ട് യെശയ്യാ പ്രവാചകൻ എന്താ മനസ്സിലാക്കിയവിടെ? യെശയ്യാ പ്രവാചകൻ തളർന്നില്ല. ദൈവമക്കളെ, പാപം വന്ന് ആത്മീയത്തിൽ നിന്ന് പോണവരുണ്ട്. പാപം ചെയ്തിട്ട് ആത്മീയത്തിൽ നിന്ന് മാറിപ്പോകുന്നവരുണ്ട്. വിശ്വാസക്കപ്പൽ തകർന്നിട്ട് ആത്മീയത്തിൽ നിന്ന് പോകുന്നവരുണ്ട്. ഭക്തന്മാരായി ജീവിച്ചിട്ട് പ്രായം മൂലവും രോഗം മൂലവും ഈ രംഗത്തു നിന്നെല്ലാം ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ഈ പറയുന്ന ഞാനും മാറും, നിങ്ങളും മാറും. പക്ഷേ അതൊന്നും മറ്റൊരാളെ തളർത്തരുത്. അതൊന്നും കർത്താവായ യേശുവിനോടുള്ളതായ നമ്മുടെ ബന്ധത്തിൽ തളരാനോ തകരാനോ നമ്മുടെ വിശ്വാസം കുറച്ചു കളയാനുള്ളതായ ഒരു കാരണവുമല്ല. കാരണം നാം പിന്നെയും ദൈവത്തിൽ വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങൾ യഹോവയെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു പാപം, നാവ് കൊണ്ടൊരു പാപം വന്നപ്പോൾ അത് ഏറ്റുപറയാത്ത തൻ്റെ ബന്ധുവായ ആ രാജാവിനെ യെശയ്യാ പ്രവാചകൻ കണ്ടു. പാപം വന്നു, തെറ്റ് വന്നു. പക്ഷേ നീ കോപിക്കുന്നത് വിഹിതമല്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആ രാജാവിനെ ശാസിച്ചു. ചെയ്യുന്നത് വിഹിതമല്ല എന്ന് മുഖത്ത് നോക്കി ശാസിച്ചിട്ടും അത് സമ്മതിച്ച് തെറ്റ് തിരുത്തുകയല്ല ഉസിയാവ് ചെയ്തത്. തെറ്റ് തിരുത്തിയില്ല. നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ തിരുത്തുന്നതിന് പകരം പാപം പിന്നെയും മറച്ചു വച്ചിട്ട് പാപം പഴുക്കാനായിട്ട് വിടുകയാണ് ചെയ്തത്. എന്നാൽ യെശയ്യാ പ്രവാചകൻ, ഞാൻ അശുദ്ധനായ ഒരു മനുഷ്യനെന്ന്, തൻ്റെ നാവ് കൊണ്ട് താൻ പാപം ചെയ്തു പോയി എന്ന്,
തൻ്റെ നാവ് ശരിയല്ലായിരുന്നുവെന്നും താൻ മറ്റുള്ളവരെ വിധിക്കുകയായിരുന്നു, താൻ ആത്മാവിൽ അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയായിരുന്നില്ല, മറിച്ച് താൻ അവരെ വിധിച്ച് സംസാരിക്കുകയായിരുന്നു. ദൈവമക്കളെ, ആത്മീയത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു പാകപ്പഴയാണ് അവിടെ വന്നത്. ആത്മീയം പ്രവാചകൻ പ്രവചനം പറഞ്ഞു. അത് മനുഷ്യരുടെ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പറയുന്നതിന് പകരം അവരെ മുൻവിധിയോടുകൂടെ അവരെ വിധിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. കേൾക്കുന്നവരെ വിധിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിൻ്റെ വചനം പറയാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ വിധിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നെങ്കിൽ എൻ്റെ നാവ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നാവല്ല. നിങ്ങളുടെ ആത്മാവസ്ഥയെക്കുറിച്ച് എല്ലാം എനിക്ക് അറിയാനും പോലും പാടില്ല. പക്ഷേ ഞാൻ എത്ര ജാഗ്രതയോടെ, എത്ര ശ്രദ്ധയോടെ ഓരോ മനുഷ്യനോട് സംസാരിക്കുമ്പോഴും, ഒരു പൊതുവായ വേദിയിൽ മാത്രമല്ല, ഓരോ മനുഷ്യനോട് നാം സംസാരിക്കുമ്പോൾ എത്രമാത്രം ജാഗ്രതയോടെ വേണം ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാനെന്ന് നമ്മുടെ പഠിക്കുകയാണ്. ഞാൻ സംസാരിച്ച് തെറ്റുപറ്റിപ്പോയി. അതാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ അശുദ്ധിയുള്ളവൻ, എൻ്റെ നാവിൽ അശുദ്ധി വന്നു എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. എന്നാൽ ആ പാപം ഏറ്റുപറയാനുള്ളൊരു മനസ്സുണ്ടായി. എനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായപ്പോൾ അത് തുറന്ന് സമ്മതിക്കാനുള്ളതായ ഒരു വിനയ മനോഭാവമാണ് അവിടെ പ്രവാചകന് ലഭിച്ചത്. ദൈവമക്കളെ, അതാണ് നന്മ എന്ന് പറയുന്നത്, അതാണ് ദൈവകൃപയെന്ന് പറയുന്നത്, അതാണ് വിനയമെന്ന് പറയുന്നത്, അതാണ് ആത്മീയ അനുഭവം എന്ന് പറയുന്നത്. തെറ്റുകൾ സംഭവിക്കാം, സംസാരത്തിൽ തെറ്റുപറ്റിയേക്കാം, ഇടപെടുന്നതിൽ തെറ്റുപറ്റിയേക്കാം. പക്ഷേ തെറ്റുപറ്റുമ്പോൾ അത് ന്യായീകരിക്കാതെ, അത് ശരിയെന്ന് പറയാതെ, അത് സമ്മതിക്കുന്നതായ ആ ഒരു എളിമയാണ് ഇന്ന് അനേകർക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. ഊസിയ രാജാവിന് ആ എളിമയാണ് നഷ്ടപ്പെട്ടു പോയത്. ഒന്ന് കോപിച്ചു എന്നുള്ളതല്ല, അതും ദേവാലയത്തിലൊന്ന് കോപിച്ചു. പ്രിയപ്പെട്ടവരെ, പക്ഷേ ആ എളിമ കിട്ടിയില്ല. തെറ്റുപറ്റിയെന്ന് പറഞ്ഞപ്പോൾ എളിമപ്പെടാനുള്ള എളിമ കിട്ടിയില്ല. ദൈവമക്കളെ, ആ എളിമ എവിടെ നഷ്ടപ്പെടുന്നുവോ, സമ്മതിച്ചുകൊണ്ട് എളിമപ്പെടാനുള്ള മനസ്സ് എവിടെ നഷ്ടപ്പെടുന്നുവോ, അവിടെ ആത്മീയത്തിൻ്റെ ഒരവസാന വരിയുടെ വരികയാണ്. നമ്മുടെ ആത്മാവിനെ പിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കില്ല. എളിമപ്പെടാത്തൊരു മനുഷ്യനെ, തെറ്റംഗീകരിക്കാത്തൊരു മനുഷ്യനെ ആത്മാവിൽ ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കാതെ പോവുകയാണ്. അതാണ് ഊസിയാവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. എന്നാൽ യെശയ്യാ പ്രവാചകൻ്റെ കാര്യത്തിൽ മറ്റൊന്നാണ് സംഭവിച്ചത്. ഊസിയാവിൻ്റെ മരണവും തുടർന്നുണ്ടായ കാര്യങ്ങളെല്ലാം യെശയ്യാ പ്രവാചകൻ്റെ ഹൃദയത്തിൽ ഒരു ശസ്ത്രക്രിയ തന്നെ നടത്തി. അവൻ്റെ ഉള്ളിൽ ഒരു ഓപ്പറേഷൻ തന്നെ നടത്തി, ഒരു ശസ്ത്രക്രിയ നടത്തി. നമുക്കറിയാം, ശസ്ത്രക്രിയയിൽ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രധാനമായ ശസ്ത്രക്രിയ. ഒന്നുകിൽ അകത്തുള്ള ചീച്ചിൽ കളയാനായിട്ട്, അല്ലെങ്കിൽ അകത്തുള്ള കേട് പോക്കാനായിട്ട് പുറമേ നിന്ന് ചിലപ്പോൾ ഹൃദയത്തിൻ്റെ വാൽവ് അല്ലെങ്കിൽ അസ്ഥിക്ക് വേണ്ടതായ ഏതെങ്കിലും മെറ്റൽ സപ്പോർട്ട്, ഇതൊക്കെ അകത്തേക്ക് വയ്ക്കാൻ വേണ്ടിയും ഓപ്പറേഷൻ നടത്താറുണ്ട്. രണ്ട് കാര്യങ്ങൾക്ക് ഓപ്പറേഷൻ നടത്താറുണ്ട്. ഒന്നല്ലേ അകത്തുള്ളത് പുറത്ത് കളയാൻ, അല്ലെങ്കിൽ പുറത്തു നിന്ന് ചിലതെല്ലാം അകത്തേക്ക് വെച്ച് നന്നാക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. ഇവിടെ യെശയ്യാ പ്രവാചകൻ്റെ കാര്യത്തിൽ അവൻ്റെ അകത്തുള്ളത് പുറത്ത് കളയാനുള്ളതായ ഒരു ശസ്ത്രക്രിയയാണ് വാസ്തവത്തിൽ ആ ഊസിയാവിൻ്റെ മരണവും തുടർന്നുണ്ടായ ദൈവിക ദർശനവുമെല്ലാം യെശയ്യാ പ്രവാചകന് പ്രയോജനപ്പെട്ടു. ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്ത് കളയേണ്ടതായിട്ട് എന്തെല്ലാം ഉണ്ട്? ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കളയേണ്ടതായ ചീഞ്ഞതായ എന്തെല്ലാം ഉണ്ട്? നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ചിലതെല്ലാം പുറത്തു പോകേണ്ടതുണ്ട്. ചില ചിന്താഗതികൾ, ചില മനോഭാവങ്ങൾ, ചില മുൻവിധികൾ, ചിലരെക്കുറിച്ചുള്ളതായ ചില ധാരണകൾ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പുറത്തേക്ക് പോകണം. ഒരു ശസ്ത്രക്രിയ തന്നെ വേണം വാസ്തവത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതായ ആ വരികൾ
നമുക്കൊരു ഗീതമായിട്ട് വേണമെങ്കിൽ പറയാം. ജീവിതം ഇന്നും ശരിയായിട്ടില്ല. നമുക്കൊന്ന് പാടാം. ജീവിതമിന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ വന്നു. ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. അത് തന്നെയാണ് ശിയാവ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ശരിയായോ? നമ്മുടെ ആത്മീയ ജീവിതം ശരിയായോ? നമ്മുടെ സംസാരമെല്ലാം ശരിയായോ? നമ്മുടെ പെരുമാറ്റമെല്ലാം ശരിയായോ? നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ശരിയായോ? നമ്മുടെ കാഴ്ചപ്പാട് ശരിയായോ? ജീവിതം ഇന്നും ശരിയായില്ല എന്ന് അസമ്മതിച്ചുകൊണ്ടുള്ളതായ ഒരാത്മീയ ജീവിതത്തിലേക്കാണ് യെശയ്യാവ് കടന്നു വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും മനസ്സിലാക്കുകയായിരുന്നു, ജീവിതം ഇനിയും ശരിയായിട്ടില്ല, ഇനിയും ശരിയായിട്ടില്ല, ഇനിയും ശരിയായിട്ടില്ല. സംസാരമെല്ലാം ഇനിയും ശരിയായിട്ടില്ല, പെരുമാറ്റങ്ങളെല്ലാം ഇനിയും ശരിയായിട്ടില്ല. ഇനിയും വേണ്ടതുപോലെ ശാന്തത വന്നിട്ടില്ല, ഇനിയും വേണ്ടതുപോലെ സൗമ്യത വന്നിട്ടില്ല, ഇനിയും വേണ്ടതുപോലെ വിനയത്തോടെ ഇടപെടാൻ സാധിച്ചിട്ടില്ല, ഇനിയും വേണ്ടതുപോലെ കർത്താവായ യേശുവിൻ്റെ ആ സാദൃശ്യത്തോട് ഏകീഭവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കാരണം നമുക്കറിയാം, നാം പഠിക്കുന്ന ആത്മീയം, നമ്മളെ ഏതാണ്ട് ഒരു 19 കൊല്ലമായി നമ്മൾ ഈ ആത്മീയ കൂട്ടത്തിൽ കൂടി വരുന്നു. കർത്താവായ യേശു ക്രിസ്തു തുടങ്ങി തന്നത്, ആത്മീയരായ നമ്മുടെ മുമ്പുണ്ടായിരുന്ന അഭാഗ്യവാന്മാരായവർ നമ്മളെ പഠിപ്പിച്ചത്, പ്രിയപ്പെട്ട യോഹന്നാൻ സാറെല്ലാം നമ്മളെ പഠിപ്പിച്ചതായ ആ ആത്മീയ വഴിയിലേക്ക് നാം നോക്കുമ്പോൾ, അത് ഈ ലോകത്തിലെ സാധാരണ എവിടെയും കേൾക്കുന്നതായ, സാധാരണ കൺവെൻഷൻ പന്തലിലോ അല്ലെങ്കിൽ കൂട്ടായ്മകളിലോ കേൾക്കുന്നതായ ഒരു ആത്മീയമല്ല നാം പഠിച്ചത്. ആത്മീയത്തിലൂടെ പണമുണ്ടാക്കുക, ആത്മീയത്തിലൂടെ സ്ഥാനമാനങ്ങൾ നേടുക, ആത്മീയം ലാഘവമായി കൈകാര്യം ചെയ്യുക, ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയുള്ള ആത്മീയം, അതൊന്നുമല്ല നാം പഠിച്ചത്. നാം പഠിച്ച ആത്മീയം എന്ന് പറയുന്നത് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയും. ആ വാക്യമൊന്നും നിങ്ങൾ മറന്നു പോകരുത്. റോമർ 12:2. അതാണ് നമ്മുടെ ആത്മീയ വഴി എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ആത്മീയ വഴി എന്ന് പറയുന്നത്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിലെ ശേഷം മനുഷ്യരെ പോലെയാകാതെ, ഈ ലോകത്തിലെ ബാക്കി എല്ലാവരും കാണിക്കുന്നത് പോലെ, ബാക്കി എല്ലാവരും ശരിയെന്ന് പറയുന്നതെല്ലാം ശരി, ബാക്കി ലോക മനുഷ്യരെല്ലാം അംഗീകരിക്കുന്നതെല്ലാം ശരി, ലോക മനുഷ്യരെല്ലാം പ്രാർത്ഥിക്കുന്നത് പോലെയോ ലോക മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹങ്ങളുമായിട്ട് നടക്കുന്ന ഒരു ആത്മീയ വഴിയല്ല നമ്മുടേത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുക. പ്രിയപ്പെട്ടവരെ, ദിനം പ്രതിയുള്ള രൂപാന്തരം, ദിനം പ്രതിയുള്ള മനസ്സ് പുതുക്കൽ, മനസ്സാന്തരപ്പെട്ടവരുടെ മാനസാന്തരം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് മനുഷ്യനോട് ഇണക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാരണം നാം അത്യുന്നതനായ ദൈവത്തിൻ്റെ വേലക്കാരാണ്. ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. ഓരോ ശുശ്രൂഷകനും ഓരോ ശുശ്രൂഷക്കായിട്ട് നിൽക്കുമ്പോഴും, ഞാനിവിടെ വചനം പറയാൻ നിൽക്കുമ്പോഴും, ഇവിടെ ഗാനങ്ങൾ പാടാൻ നിൽക്കുമ്പോഴും, ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോഴും, ദൈവമക്കളെ വോളണ്ടിയേഴ്സ് കഞ്ഞിവയ്ക്കാൻ അവിടെ നിൽക്കുമ്പോഴും, ഓരോ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും നിൽക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ശുശ്രൂഷക്കാരന് ഒരു ബോധം വരും. എന്താണ് ആ ബോധം എന്നറിയാവോ? ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് ഒരാളെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നെങ്കിൽ ആ ശുശ്രൂഷ അവൻ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്താൽ ആദ്യം വരുന്നതായ കാര്യം ആ ശുശ്രൂഷ ചെയ്യാനുള്ള കഴിവോ നിറവോ ഒന്നുമല്ല, എനിക്കതിന് യോഗ്യതയുണ്ടോ എന്നുള്ള ചിന്തയാണ് വരിക. ആ ശുശ്രൂഷ ചെയ്യാനുള്ള യോഗ്യത എനിക്കുണ്ടോ?
യോഗ്യത എന്നുള്ളത് അറിവല്ല. ആ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ബാക്കി ശുശ്രൂഷകന്മാരുമായി, ബാക്കി ദൈവമക്കളുമായി ഞാൻ നിരപ്പിലാണോ, ഞാൻ ഐക്യത്തിലാണോ, അവരുമായി ഞാൻ ഐക്യത്തിലാണോ? ഇതാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്നതായ ആദ്യത്തെ മുന്നറിയിപ്പാണിത്. അതിനുള്ളതായ നിരപ്പാണോ, നീ സ്നേഹത്തിലാണോ, നീ സ്നേഹത്തിലാണോ പോണേ എന്ന് ചിന്തിക്കാനുള്ളതായ അവസരം. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം വരുമ്പോൾ അതിനെ മൂടിക്കളയാതെ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയും, 5:26 പറയും. എന്താണ് 5:26 പറയുന്നത്? ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തിരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒടുവിലത്തെ കാശ് പോലും എന്ന് വെച്ചാൽ ദൈവമക്കൾ തമ്മിലുള്ള ഭിന്നത വഴിപാട് കൊണ്ട് പോകില്ല. നേർച്ച കഴിച്ചാൽ തീരൂല. പള്ളിക്ക് വഴിപാട് കൊടുത്താലോ, കൂട്ടായ്മയ്ക്ക് പണം കൊടുത്താലോ, സഹോദര, നീയും നിന്റെ ഭാര്യയുമായി, നീയും നിന്റെ ഭർത്താവുമായി, നീയും നിന്റെ കൂട്ടായ്മയിലെ സഹോദരങ്ങളുമായുള്ള ഏതെങ്കിലും ഒരു ഭിന്നതയ്ക്ക് പരിഹാരമായിട്ട് നീ കൺവെൻഷന് എന്ത് അധ്വാനിച്ചാലും, നീ എത്ര രൂപ കൂട്ടായ്മയ്ക്ക് കൊടുത്താലും, നീ എന്ത് ആത്മീയ ശുശ്രൂഷ ചെയ്താലും, നിന്റെ കൂട്ടുകാരനുമായി, നിന്റെ സഹോദരനുമായി നിനക്കുള്ള പിണക്കത്തിന് പരിഹാരം വരുത്താൻ നിന്റെ വഴിപാടിനും നേർച്ചയ്ക്കും കഴിയുകയില്ല. അത് നീയും അവനുമായി പരസ്പരം പറഞ്ഞു തീർക്കണം. അത് നീയും അവനുമായി പരസ്പരം പറഞ്ഞ് തീർക്കണം. ഒടുക്കത്തെ കാശ് പോലും കൊടുത്ത് തീർക്കുകയുള്ളൂ. അവസാനത്തെ ആളോടും കൂടെ നിരപ്പാകുന്നത് വരെ, അവസാനത്തെ പിണക്കവും തീരുന്നത് വരെ നീ തടവിൽ നിന്ന് പുറത്തു വരികയില്ല. ആ തടവ് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. രോഗമായിരിക്കാം, പരാജയമായിരിക്കാം, ആത്മാവിൽ മുന്നോട്ട് പോകാത്ത അവസ്ഥയായിരിക്കാം. പക്ഷേ പുറത്ത് കിടക്കണമെങ്കിൽ നിരപ്പ് പ്രാപിക്കണം. പ്രിയപ്പെട്ടവർ, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഒടുക്കത്തെ കാശെന്ന് പറഞ്ഞാൽ രൂപയല്ല. ഒടുക്കത്തെ ആളോടുള്ള നീരസം മതിയാക്കണം, പിണക്കം മതിയാക്കണം. എങ്കിൽ മാത്രമേ പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. നാം പലപ്പോഴും പലരെയും അറിയാതെ, മനസ്സിലാക്കാതെ സംസാരിച്ചു പോകാറുണ്ട്, അവരുടെ അവസ്ഥ അറിയാതെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ? ശാന്തമായിട്ട് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പുസ്തകം നമുക്കടയ്ക്കാം. യെശയ്യാ പ്രവാചകൻ ഒരു കാഴ്ച കണ്ടു. യെരുശലേമിലെ യാഗപീഠത്തിൽ, ദേവാലയത്തിലെ യാഗപീഠത്തിൽ നിന്ന് അവൻ്റെ നെറ്റിയിലേക്ക് കുഷ്ഠം വന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഇപ്പോൾ കാണുന്നത് ഒരു യാഗപീഠവും അവിടെ നിന്ന് സറാഫുകൾ ഒരുത്തൻ ഒരു തീക്കട്ട എടുത്തു കൊണ്ടുവരുന്നത് കാണുന്നു. ആ യാഗപീഠം ഏതാണ്? ആ യാഗപീഠം ഏതാണ്? യെശയ്യാവിനെ തൊട്ട് ശുദ്ധീകരിച്ച യാഗപീഠം. യെശയ്യാ പ്രവാചകന് ശേഷം 700 കൊല്ലം കഴിഞ്ഞിട്ട് ജനിപ്പാനിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ദീപകോപത്തിയിൽ വെന്തെരിഞ്ഞ ആ യേശുവിൻ്റെ കാൽവരി കുരിശാകുന്ന ആ യാഗപീഠമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും ജനിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് കാൽവരിയിൽ ദീപകോപത്തിയിൽ വെന്തെരിഞ്ഞ കർത്താവായ യേശുവാകുന്ന ആ ക്രൂശിലെ യാഗപീഠത്തിൽ നിന്നാണ് ഇന്ന് സ്വർഗീയ മാലാഖ നിങ്ങൾക്ക് വേണ്ടിയുള്ളതായ ആ തീക്കട്ട കൊണ്ടുവരുന്നത്. ആ തീക്കട്ട നിങ്ങളുടെ നാവിനെ തൊടിവിച്ചാൽ ഇതിനാൽ നിനക്ക് ശുദ്ധി വന്നു എന്നുള്ളതായ ദൈവത്തിൻ്റെ സ്വരം നിനക്ക് കേൾക്കാം. പ്രിയ ദൈവവേദലേ, അവിടെ നിനക്ക് പരിഹാരമുണ്ട്, അവിടെ നിനക്ക് മോചനമുണ്ട്. നിനക്ക് മറ്റെങ്ങും മോചനമില്ല. ദീപകോപത്തിൽ വെന്തെരിഞ്ഞ ആ സ്വർഗീയ ആ യാഗപീഠത്തിൽ നിന്ന് നിന്റെ പാപത്തിന് പരിഹാരം നിനക്ക് വേണമോ? ഉണ്ടെങ്കിൽ നീ തന്നെത്താൻ ശോധന ചെയ്യേ. ഇനി എവിടെയെങ്കിലും നിരപ്പാകാനുണ്ടോ? ഇനി ആരോടെങ്കിലും നിരപ്പാകാനുണ്ടോ? വഴിപാട് കൊണ്ടോ നേർച്ച കൊണ്ടോ പരിഹാരം വരികയില്ല. നീ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഈ ചോദ്യം വന്ന് നിന്നുകൊണ്ടിരിക്കും. നീ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ഈ ചോദ്യം മുന്നിലേക്ക് ചാടി വരും. നീ നിരപ്പാണോ, നിരപ്പാണോ, നിരപ്പാണോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എളിമയോടെ സമ്മതിക്കാൻ, കർത്താവേ, ഞാൻ നിരപ്പാകാൻ തീരുമാനിക്കുന്നു. യെശയ്യാ പ്രവാചകൻ നിരപ്പാകാൻ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഹൃദയത്തിൽ ആ ചൈതന്യം വന്നു. അപ്പോൾ സ്വർഗത്തിലെ തീക്കട്ട അവൻ്റെ നാവിൽ വന്ന് തുടിപ്പിച്ചു. ഞാനും പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവേ, സ്വർഗത്തിലെ തീക്കട്ട ഈ മക്കളുടെ മേൽ തുടിവെക്കണമേ. സ്വർഗീയ അഗ്നി
ഈ മക്കളുടെ മേൽ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഭാരപ്പെടാനല്ല, ഭയപ്പെടാനല്ല, എളിമപ്പെടാനും വിശ്വാസത്തോടെ ധൈര്യപ്പെട്ടുകൊണ്ട് എളിമപ്പെടാൻ വേണ്ടിയാണ് ഈ വചനം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നത്. ഒരിക്കലും ഭയപ്പെടേണ്ട, ഒരിക്കലും ഭാരപ്പെടേണ്ട. ക്രിസ്തു യേശു പാപം ക്ഷമിക്കുന്നവനാണ്. സ്വർഗത്തിലെ തീക്കൊട്ട കൊണ്ട് അവൻ നിന്റെ നാവിനെ തുടിവിക്കാൻ അവൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, അവനെ നിന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. നമ്മുടെ വായൊന്ന് തുറക്കാൻ നമുക്ക്. ഹല്ലേലൂയ. ഒന്ന് വിസ്താരത്തിൽ തുറക്കാം. ഒന്ന് കരുണയ്ക്ക് വേണ്ടി, ഒന്ന് സ്തുതിക്കാൻ വേണ്ടി നമുക്കൊന്ന് തുറക്കാം. അവൻ വിസ്താരത്തിൽ തുറക്കാം. അവനെ നിന്നെ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ആ സ്വർഗത്തിലെ തീക്കട്ട നിങ്ങളുടെ അധരങ്ങളിൽ മേലൊന്ന് തൊടട്ടെ. ഹല്ലേലൂയ. ഈ നിന്റെ അധരങ്ങളിൽ ഒന്ന് തൊടട്ടെ. നിന്റെ അകൃത്യം പോക്കി എന്നുള്ളതായ ദൈവത്തിൻ്റെ അരുളപ്പാട് സഹോദര നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. നിന്റെ തീരുമാനം ദൈവം അംഗീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സമർപ്പണം ദൈവം അംഗീകരിക്കുന്നു. തിരുത്താനുള്ളതായ നിന്റെ സമർപ്പണം, നിരപ്പാകാനുള്ള നിന്റെ തീരുമാനം, മറക്കി കൊടുക്കാനുള്ള നിന്റെ തീരുമാനം അംഗീകരിക്കുന്നവനായ ദൈവം നിന്നെ തീക്കട്ട കൊണ്ട് ശുദ്ധീകരിക്കുന്ന സമയമാണ്. ആർക്കാണ് ശുദ്ധീകരണം വേണ്ടത്? അവർക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, യെശയ്യാവിനെ തൊട്ടതായ ആ തീക്കട്ട എൻ്റെ നാവിൽ നിന്ന് തൊടുവിക്കണമേ, എൻ്റെ അധരങ്ങളിൽ നിന്ന് തൊടുവിക്കണമേ, എൻ്റെ അശുദ്ധി ഒന്ന് മാറ്റണമേ, എനിക്ക് പാപക്ഷമ തരണമേ, എനിക്ക് നിരപ്പാകാൻ മനസ്സ് തരണമേ, എളിമപ്പെടാൻ മനസ്സ് തരണമേ, അവസാനത്തോളം എളിമപ്പെടാനുള്ളതായ ആ മനസ്സെനിക്ക് തരണമേ. ഈ കൂട്ടത്തെ അനുഗ്രഹിക്കണമേ. ആത്മാവേ, നീ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, ഈ ജനത്തിന്റെ മേൽ ചന്തമായി ഇറങ്ങണമേ. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവേ, ഈ ജനത്തെ നിന്റെ മക്കളാക്കി തീർക്കണമേ. നിന്റെ അവകാശ ഗോത്രമാക്കി നീ എടുക്കണമേ. നിന്റെ പ്രിയ മക്കളാക്കി തീർക്കണമേ. കർത്താവേ, നിന്റെ കൃപയുടെ മുദ്ര ഇവരുടെ മേൽ പതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തന്ന സമയത്തിനായി സ്തോത്രം, കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.